ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസ് ക്രാഫ്റ്റിലെ മൂന്നാമത്തെ ക്രാഫ്റ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു A4 ഷീറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് A4 ഷീറ്റ് അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ ഇപ്പുറത്തോട്ടും ഈ ഒരു സൈഡിലോട്ടും ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ കോണായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഫോൾഡിങ്ങിലും ഇതിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭംഗി വരുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോയിൻ എടുക്കുകയാണ്. കോയിൻ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു ഹാഫ് പോർഷൻ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്നോമാൻ്റെ ഇതാണ് വരയ്ക്കുന്നത്. അപ്പോൾ സർക്കിളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ കോയിൻ എടുത്തത്. ഇനി അതിന് ശേഷം ആദ്യം എടുത്ത കോയിനേക്കാളും കുറച്ച് ചെറിയ സൈസിലുള്ള ഒരു കോയിൻ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ സർക്കിളായിട്ട് വരയ്ക്കുന്നില്ല, അറ്റത്ത് കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ 2 സർക്കിൾ വരച്ചു. ഇനി നമ്മൾ സ്നോമാൻ്റെ ക്യാപ്പ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാപ്പ് വരയ്ക്കുക എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആദ്യം വരയ്ക്കുക സ്നോമാൻ്റെ ക്യാപ്പ്. നിങ്ങൾ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം പിന്നെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇരിക്കുന്ന വിധത്തിൽ കണ്ടോ ഇതേപോലെ വരച്ചിട്ട് ജസ്റ്റ് ആ ഒരു റെക്റ്റാങ്കിൾ പീസിനെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, സൈഡിൽ എപ്പോഴും നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം, ബാക്കിയുള്ള സൈഡിലാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. ഫുള്ള് എൻഡ് വരെ ആവാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സ്നോമാനെ വരയ്ക്കുകയാണ്. പക്ഷേ ആ ഒരു സ്നോമാൻ ഞാൻ കുറച്ച് സൈസ് ചെറുതാക്കിയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. അതായത് ആദ്യം വരച്ച സ്നോമാൻ പോലെയല്ല, അതിനേക്കാളും ചെറുതായിട്ടാണ് വരയ്ക്കുന്നത്. അതായത് ആദ്യത്തെ സ്നോമാൻ്റെ ഹെഡ് വരച്ചല്ലോ, ആ സൈസിലാണ് നമ്മൾ ഇപ്പോഴത്തെ ബോഡി വരയ്ക്കുന്നത്. പിന്നെ അതിനേക്കാളും ചെറിയ കോയിൻ എടുത്തിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. ഒരു ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 സ്നോമാനെ 2 ലുക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാപ്പ് വരച്ചു കൊടുക്കുകയാണ്. ക്യാപ്പിന് പിന്നെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ചെയ്തിട്ട് മുകളിൽ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെയൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഒരു ബോൾ പോലെ ഏറ്റവും ടോപ്പിൽ വരുന്ന വിധത്തിൽ ബോളൊക്കെ പോലെ വരച്ചിട്ടാണ് അത് ക്യാപ്പ് ചെയ്തത്. പിന്നെ ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം ആ ഒരു സൈഡിലത്തെ സ്നോമാനെ സ്ട്രെയിറ്റ് ലൈൻ അടിച്ചിട്ട് നമ്മൾ ആ ഒരു കർവ് ഷേപ്പിലോട്ട് വരയ്ക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത സ്നോമാനെയും ആ ഒരു കർവ് ഷേപ്പിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഒരു സ്ലാൻഡിങ് ലൈനോ വരച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ താഴെ ജോയിൻ ചെയ്തതിന് ശേഷം താഴെ ഒരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ സൈഡിലും ഒരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ട് എക്സസ് ആയിട്ടുള്ള ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ വരച്ച ലൈനിലൂടെ കട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മുടെ ഏറ്റവും എൻഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വരച്ച ലൈനിലൂടെ കട്ട് ചെയ്യുക എന്നുള്ളത് മെയിൻ. അത് എത്രയും ഭംഗിയിൽ കട്ട് ചെയ്യുന്നോ അവിടെയാണ് നമ്മുടെ ഫൈനൽ വർക്കിൻ്റെ ഭംഗിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ കട്ട് ചെയ്ത് വരുമ്പോൾ ഞാനൊക്കെ ഭയങ്കര ഈസിയാണ്, പക്ഷേ ഈ ഒരു കട്ടിങ് മാത്രമാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ആദ്യം തന്നെ ഒരു സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ സെൻറ്റർ 2 പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യം ജസ്റ്റ് കുറച്ച് ഭാഗം കറക്റ്റ് ആ ലൈനിലൂടെ കട്ട് ചെയ്യാണ്ട് കുറച്ച് പുറത്തായിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ വരച്ച ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക, പതുക്കെ ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇത് പാറ്റേൺ കട്ടിംഗ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ പതുക്കെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ ഫോൾഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ആക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല വൃത്തിക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ ഭംഗിയാക്കി കൊടുക്കാം. നമുക്കിതാ സ്നോമാൻ്റെ ഹാറ്റ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കളർ കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് സ്നോമാൻ്റെ ഒരെണ്ണത്തിൻ്റെ നമ്മൾ അങ്ങനെ ട്രയാങ്കിളായിട്ട് കൊടുത്തു. അടുത്തതിൻ്റെ ഇതേപോലെ ഒരു ഹാഫാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരെണ്ണം ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരിക. രണ്ട് ഷേപ്പിലുള്ള സ്നോമാനാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഹാറ്റിന് എല്ലാത്തിനും ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ സ്നോമാന് ഒരു
നെക്കിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. സ്നോമാന് എപ്പോഴും ഉണ്ടാവില്ലേ നെക്കിലിടല്ലേ റിബൺ പോലെ, അപ്പോൾ അത് ഒന്ന് വരച്ചു കൊടുത്തു. അത് നമ്മൾ റെഡ് വെച്ചിട്ട് വരച്ചതിന് ശേഷം ബ്ലാക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്കിത് സ്നോമാൻ്റെ എപ്പോഴും ഒരു ബട്ടൺ ഉണ്ടാവില്ലേ, ആ ബട്ടണും ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് സ്നോമാന് 2 കണ്ണ് വരച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മൂക്ക് നമ്മൾ ട്രയാങ്കിൾ പോലത്തെ മൂക്കാണ് ഈ ഒരു സ്നോമാന് വരച്ച് കൊടുക്കുന്നത്. ട്രയാങ്കിൾ പോലത്തെ മൂക്ക് ബ്ലാക്ക് കളർ കൊണ്ട് തന്നെയാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു മൗത്തിൻ്റെ ഷേപ്പും കൂടെ, ലിപ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഹാറ്റിൻ്റെ താഴെ വരുന്ന ആ ഒരു ഭാഗത്തും ഒരു ലൈൻ പോലെ വരച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്നോമാൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത സ്നോമാൻ, നമ്മുടെ ചെറിയൊരു സ്നോമാൻ ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ണ് വരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നോസിന് വരയ്ക്കുന്നില്ല, ഒരു ലിപ്പ് മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. റെഡ് കൊടുത്തിട്ട് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തു. ഇതേപോലെ നമുക്ക് വരച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ബോ നമ്മൾ ഇതിൻ്റെ നെക്കിൽ നമ്മൾ ബോ പോലെയാണ് ചെയ്യുന്നത്. മറ്റേതുപോലെ സ്കാർഫ് ഇടുന്ന പോലെയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ബോ കെട്ടുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 സ്നോമാനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻസും കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ താഴെ വരുന്ന ഈ ഒരു ഭാഗമുണ്ട്, ഇവിടെ നമ്മൾ ഗ്രീൻ കളറുമാണ് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ഇതുകളിലും ഇതേപോലെ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതിലും നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കളേഴ്സൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിത് കളറൊക്കെ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്നോമാൻ്റെ ഇതിന് നമ്മൾ കളറൊക്കെ കൊടുത്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഹാങ്ങിങ് പോലെ ആക്കിയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീമിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഹാങ്ങിങ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ മോൻ ചെയ്തതാണ്. ജസ്റ്റ് നമ്മുടെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ സ്നോമാനും വരച്ചിട്ടാണ് മോൻ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസും നമ്മൾ വരച്ചില്ലേ, അതേപോലെ വരച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ട്രീസ് മാത്രമായിട്ട് വരയ്ക്കാം, സ്നോമാൻ മാത്രമായിട്ട് വരയ്ക്കാം, സാന്റാക്ലോസിനെ വരയ്ക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ വരച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പാറ്റേൺ ആയിട്ട് കൊടുക്കാം, ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീം ഇടാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ വൈറ്റുമലാവുമ്പോൾ അത്ര അറിയുന്നില്ല, നല്ല കളർഫുള്ളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. നല്ല ക്യൂട്ടും ആയിരിക്കും, ഇത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ ഉപകാരമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോസ് ഉണ്ട്, ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഡെയിലി വീഡിയോ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.